ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചത്. പരിശോധന 7 മണിക്കൂറിലധികം നീണ്ടുനിന്നു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് സെബാസ്റ്റ്യന്റെ വീട് പരിസരമാകെ കുഴിച്ചു. കിണറും കുളവും വറ്റിച്ചു. വൈകുന്നേരത്തോടുകൂടി വീടിനകത്തെ തറ പൊട്ടിച്ചും മച്ചിന്മേലും കയറി പോലീസ് ഉദ്യോഗസ്ഥർ വിശദമായി തിരച്ചിൽ നടത്തി. പരിശോധന തുടങ്ങി 5-ാമത്തെ മിനിറ്റിൽ തന്നെ നിർണായകമായ സൂചനകൾ, തെളിവുകൾ പോലീസിന് ലഭിച്ചു. ആദ്യഘട്ടത്തിൽ അസ്ഥിഭാഗം കണ്ടെത്തിയതിൽ നിന്ന് ഒരു 40 മീറ്റർ മാറിയാണ് 2-ാം ഘട്ടത്തിൽ ഇന്ന് ആദ്യം തന്നെ കുഴിച്ചു തുടങ്ങിയത്. ആ ഭാഗത്ത് നിന്ന് തന്നെ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. 6ഓളം അസ്ഥിഭാഗങ്ങളാണ് ഇന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിന് പിന്നാലെ ഈ കുളം പറ്റിച്ചുള്ള പരിശോധനയിൽ ആ ചെളിയിൽ നിന്ന് 2 സാരി ലഭിക്കുന്നു, ഒരു ലേഡീസ് ഉപയോഗിക്കുന്ന ബാഗ് ലഭിക്കുന്നു, ഒപ്പം ഒരു കൊന്തയും ലഭിക്കുന്നു. ഇത് അന്വേഷണത്തിൽ വളരെ നിർണായകമാകും. അതേസമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ, അസ്ഥിഭാഗം ഉൾപ്പെടെയുള്ളവ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇത് ആരുടേതാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തണമെങ്കിൽ ശാസ്ത്രീയമായ പരിശോധന ഫലം ഇതിൽ ഏറെ നിർണായകമാണ്. DNA പരിശോധന ഫലം വന്നാൽ മാത്രമേ അത്തരത്തിൽ ഇത് ആരുടേതാണ് എന്ന നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ബിന്ദു പത്മനാഭൻ, ഐഷ, ജൈനമ്മ ഈ 3 സ്ത്രീകളുടെ തിരോധാന കേസിലാണ് നിലവിൽ സെബാസ്റ്റ്യൻ സംശയമുനയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 പേരുടെയും ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ മറ്റും ശേഖരിച്ചിട്ടുണ്ട് DNA പരിശോധനയ്ക്ക് ആയി. എന്തായാലും 2 ആഴ്ചയിലധികം വേണ്ടിവരും DNA പരിശോധനാ ഫലം ലഭിക്കാൻ. നിലവിൽ 3 വ്യത്യസ്ത അന്വേഷണ സംഘങ്ങളാണ് ഈ 3 തിരോധാന കേസുകളും അന്വേഷിക്കുന്നത്. 2006 കാണാതായ ബിന്ദു പത്മനാഭന്റെ കേസ് അന്വേഷിക്കുന്നത് സംസ്ഥാന ക്രൈംബ്രാഞ്ചും, 2012 വാരനാട് നിന്ന് കാണാതായ ഐഷയുടെ കേസ് അന്വേഷിക്കുന്നത് ആലപ്പുഴയിലുള്ള ക്രൈംബ്രാഞ്ചും, ഒപ്പം കഴിഞ്ഞ വർഷം ഡിസംബർ 23 കാണാതായ ജൈനമ്മയുടെ കേസ് അന്വേഷിക്കുന്നത് കോട്ടയം ക്രൈംബ്രാഞ്ചുമാണ്. എന്നാൽ ഈ 3 അന്വേഷണ യൂണിറ്റുകളും ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് അത് ഒരുമിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. കേസുകളുടെ കാലപ്പഴക്കം, ഒപ്പം ശാസ്ത്രീയ തെളിവുകളുടെ കുറവ്, സാഹചര്യ തെളിവുകളും ഈ കേസുകളിലൊന്നും ലഭ്യമല്ല. ഇതെല്ലാം അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാണ്. എന്നു മാത്രമല്ല, സെബാസ്റ്റ്യൻ വളരെ ബുദ്ധിപൂർവ്വം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യനുമായി സാമ്പത്തിക ഇടപാട് നടത്തിയവരുടെയും ഒപ്പം തന്നെ സെബാസ്റ്റ്യനുമായി അടുപ്പമുണ്ടായിരുന്നവരെയെല്ലാം വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. നിലവിൽ 8 ദിവസത്തെ കസ്റ്റഡിയിലാണ് പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യൻ ഉള്ളത്. ഒരുപക്ഷെ അതിനുശേഷം ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ഒപ്പം സംസ്ഥാന ക്രൈംബ്രാഞ്ചും സെബാസ്റ്റ്യന് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈരാറ്റുപേട്ടയിലെ അതുപോലെ തന്നെ മൂന്നിലവിലെയും ഒക്കെ തന്നെ ഈ മൊബൈൽ ഓണായ സ്ഥലങ്ങളിലൊക്കെ തന്നെ ടവർ ലൊക്കേഷൻ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ എത്തിച്ച് ഈ പ്രതിയായിട്ടുള്ള സെബാസ്റ്റ്യനുമായി തെളിവെടുക്കാനുള്ള സാധ്യതയും മുന്നിലുണ്ട്. ആലപ്പുഴയിൽ നിന്ന് രഘുനാഥ് നാരായണനൊപ്പം ഷിനോദ് ടി, മാതൃഭൂമി ന്യൂസ്.